ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണക്കാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ തന്നെ ഉണ്ടാക്കി, അത് സെയിൽ ചെയ്യുമ്പോൾ എത്ര പ്രൈസിൽ കൊടുക്കാം, എത്ര റേറ്റ് നമുക്ക് അതിന് കണക്കാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചും ഫോൺ ചെയ്തും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് റേറ്റ് കണക്കാക്കേണ്ടത്, ഈ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഓർഡർ വന്നിട്ടുണ്ട്, അപ്പോൾ അവരോട് എത്ര പ്രൈസാണ് പറയേണ്ടത്, അതെങ്ങനെയാണ് പറയുക, എത്ര കണക്കാക്കണം, എങ്ങനെ കണക്കാക്കണം എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കാറുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് തന്നെ ആവാമെന്ന് വിചാരിച്ചു. ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് മറന്നിട്ടില്ല. കുറച്ചധികം തിരക്കായതുകൊണ്ടാണ്, കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ലേറ്റായി പോയത്. എന്തായാലും ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് അടുത്ത ആഴ്ച, നെക്സ്റ്റ് വീക്ക് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. വേറെ ഒരു തിരക്കും ഒന്നുമില്ല. ഇങ്ങനെ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് സെല്ലിംഗ് പ്രൈസിനെ കുറിച്ചാണ് നോക്കുന്നത്. ഈ സെല്ലിംഗ് പ്രൈസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാണ്. എന്താണെന്ന് വെച്ചാൽ 2-3 പേര് നമുക്ക് എൻക്വയറീസ് വരും ഇതിനെക്കുറിച്ചിട്ട്. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്, ഇത്ര മുഴം വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, റേറ്റ് എങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാനാണെന്ന് വ്യാജേനെ, അതായത് വാങ്ങാനായിട്ടല്ല, അങ്ങനെയുള്ള വ്യാജേനെ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒപ്പം ഫോർവേഡ് ചെയ്യുക ചെയ്യുന്നത്, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ലാസ്റ്റ് അവരൊരു മെസ്സേജ് അയക്കും, ഒരു വോയിസ് മെസ്സേജ് അയക്കും. എന്താണെന്നല്ലേ, ഞാൻ വാങ്ങാനല്ല, ബിസിനസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനാണ്, എത്ര റേറ്റിന് കൊടുക്കണം എന്ന് അറിയാനാണ് എന്ന് ചോദിച്ചിട്ട്. ഒരു മെസ്സേജൊക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, മൈൻഡ് ചെയ്യാതെ വിട്ടുകളയും. പിന്നെ 2-3 മെസ്സേജൊക്കെ ആകുമ്പോൾ കുറച്ച് നമ്മളത് ഹേർട്ട് ചെയ്യില്ലേ, നിങ്ങൾ തന്നെ പറയൂ. ഇപ്പോൾ അതൊക്കെ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട്, കാരണം നേരെ ചോദിച്ചാൽ മതി, ഡയറക്റ്റായിട്ട്. ഇങ്ങനെ തുടങ്ങുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞു പോയി തുടരണ്ടേ, അതൊരു ആവശ്യമില്ല. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞു തരില്ല എന്ന് വിചാരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ഒന്നും ഇടില്ല. എനിക്ക് കുറച്ച് ലാഭത്തിൽ മെറ്റീരിയൽസ് കിട്ടുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം, ഇതൊന്നും എനിക്ക് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ പ്രൊഡക്ട്സിൻ്റെ വീഡിയോസും ഫോട്ടോസും ഇട്ട് സോഷ്യൽ മീഡിയയിലിട്ട് എനിക്ക് സെയിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എനിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു മൈൻഡിൽ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കാം. ഇതുവരെ ചോദിച്ചവരോട് ആരോടും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരോടും ഞാൻ പറഞ്ഞു തരില്ല എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്ന പോലെ തന്നെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞു വന്നു വെച്ചാൽ, അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. ചോദിച്ചാൽ ഒരുപാട് നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളും ചോദിച്ചു ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ ബിസിനസ് തുടങ്ങൂ, ആഗ്രഹം ഉണ്ട് പറയുമ്പോൾ തുടങ്ങൂ എന്ന് പറയാറ്. എനിക്കറിയുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നോട് തിരിച്ചവർ പറയാറുണ്ട്, ഒരുപാട് താങ്ക്സ് പറയാറുണ്ട് അവർ. കാരണം എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലിക്കടക്കം അവർ എന്താ അനുഗ്രഹങ്ങൾ തരാറ്. കാരണം ആരും പറഞ്ഞു തരാറില്ല. ഒരുപാട് പേര് ഇതുപോലെ കണ്ടിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത്, ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഇതാണ്, അതൊന്നും അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയാറ്. പക്ഷെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങളുടെ ഫാമിലിനെ കാക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമുക്കൊരു സന്തോഷമാണ്. എന്നെ കോൺടാക്ട് ചെയ്തവർക്ക് അറിയാം, ഞാൻ ആരോടെങ്കിലും മോശമായിട്ട് പറഞ്ഞു എന്നുള്ളത്. ആർക്കും ഞാൻ മോശമായിട്ട് റിപ്ലൈ കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ചവർക്ക് ഞാനൊരു ലൈക്ക് അടിച്ചു കൊടുക്കുക ചെയ്യാറ്. കാരണം നമുക്ക് ഉള്ളിലൊരു ഹേർട്ട് ചെയ്തെങ്കിലും ഞാൻ അവരോട് അപ്പോഴും മോശമായിട്ടൊന്നും ഞാനൊന്നും പറയാറില്ല. ഞാനൊരു ലൈക്ക് അടിച്ചു കൊടുക്കും അവരുടെ ആ വോയിസിന്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ടോപ്പിക്ക് ചെറുതായി വിട്ടതല്ല, കാരണം അവർക്കും ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് അതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എത്രത്തോളം അത് നമ്മളെ ഹേർട്ട് ചെയ്യുമെന്നുള്ളത്. ഒരു ചെറിയൊരു മനസ്സിനൊരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണത്. അപ്പോൾ നമ്മളിന്ന് വാങ്ങാത്തതുകൊണ്ടല്ല, അതിനൊരു വിഷയമില്ല. നമുക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുനിന്ന് വേറെ 1-2 പേര് ആ ഒരു ഐറ്റത്തിനും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു വിഷയമുള്ളതല്ല. അതായത് നമ്മളെ ഒരുമാതിരി ഒരു ചീറ്റ് ചെയ്യുന്ന പോലെ, അത്രയേ ഉള്ളൂ. അതുപോട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം, എങ്ങനെയൊക്കെയാണ് സെല്ലിംഗ് പ്രൈസ് കണക്കാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ ആദ്യം വേണ്ടത് നമ്മൾ പ്രൊഡക്ട്സ്, അതായത് മെറ്റീരിയൽസ് എന്തൊക്കെ, നമ്മൾ പ്രൊഡക്റ്റിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ്റെ നമ്മളതാണ് അതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് താഴോട്ട് ഞാൻ നോക്കുന്നത്. ഇവിടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്, ഇനി എന്തെങ്കിലും ഒന്ന് വിട്ടു പോകണ്ട എന്ന് വിചാരിച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് പറയുന്ന സമയത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ ജാസ്മിൻ എടുക്കുമ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടത്? നമുക്ക് ഐവറി ഫോം ഷീറ്റ് വേണം, ഒലീവ് ഗ്രീൻ ഫോം ഷീറ്റ് വേണം, പിന്നെ ഗ്ലൂ വേണം, ത്രെഡ് വേണം. ഇത്രയും മെറ്റീരിയൽസ് എത്രയാണ്, പിന്നെ പഞ്ച് കട്ടറും വേണം. അപ്പോൾ ഇത്തരം മെറ്റീരിയൽസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഒരു റേറ്റ് നമുക്കിതൊന്ന് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ട എത്ര മുഴം വേണം, അല്ലെങ്കിൽ എത്ര ഫ്ലവേഴ്സ്, അതൊക്കെ കണക്കാക്കിയിട്ട് എത്ര ഫോം ഷീറ്റ് നമുക്ക് എടുക്കേണ്ടി വന്നു, അത് നമുക്കറിയാലോ. എടുക്കുമ്പോൾ എപ്പോഴും ഒരേ കണക്കാവണം എന്നില്ല, ചിലപ്പോൾ കുറച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ ആ ഫോം ഷീറ്റിനനുസരിച്ചിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്തിട്ട്
ഒരു എമൗണ്ട് വെക്കാം. അതുപോലെ തന്നെ പഞ്ച് കട്ടറിന് ഇപ്പോൾ ഒരു 650 രൂപയ്ക്ക് ഒരു പഞ്ച് കട്ടർ വാങ്ങിയെങ്കിൽ 650 രൂപയും ഒരു ഓർഡറിൽ നിങ്ങൾക്ക് തിരിച്ച് പിടിക്കാൻ പറ്റില്ല. കാരണം അതിൽ നിന്ന് ഒരു കുറച്ച് പഞ്ച് കട്ടറിൻ്റെ ഒരു കുറച്ച് എമൗണ്ട് ആ ഫസ്റ്റ് പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ഒന്ന് കയ്യിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ 650 രൂപയും നമുക്ക് ഒരൊറ്റ ഓർഡറിൽ നിന്ന് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗ്ലൂവിൻ്റെ കാര്യമായാലും ഇപ്പോൾ ഒരു 80 രൂപയ്ക്ക് ഒരു ഗ്ലൂ B7000 മേടിച്ചു. 80 രൂപ നമുക്ക് ഒരൊറ്റ പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റില്ല. കാരണം 80 രൂപയ്ക്കുള്ള ഒരു ട്യൂബ് മുഴുക്ക നമ്മളൊരു പ്രൊഡക്റ്റിന് യൂസ് ചെയ്യില്ല. ചിലപ്പോൾ നമുക്ക് ആ ഒരു 80 രൂപയിൽ നിന്ന് 10 രൂപയ്ക്കുള്ള ഗ്ലൂവേ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രൈസ് വയ്ക്കാം. അതുപോലെ തന്നെ ത്രെഡിൻ്റെ കാര്യം, ത്രെഡ് ഇപ്പോൾ നമ്മളൊരു അങ്ങനെയല്ലേ കിട്ടുക. ഇത് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യം വരില്ല. എത്ര ആണോ നമുക്ക് അതിന് കുറച്ച് വന്നു 1 രൂപ 2 രൂപ നിരക്കിലൊക്കെ നമുക്ക് കണക്കാക്കാം ത്രെഡിൻ്റെ റേറ്റ്. ഇതിപ്പോൾ ഞാൻ ഇത്ര റേറ്റിൽ നിന്ന് എടുത്ത് പറയാത്തതിൻ്റെ കാരണം ഓരോരുത്തർക്കും ഓരോ റേറ്റിനായിരിക്കും കിട്ടുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമെങ്കിൽ ഞാൻ ഡെയിലി വാങ്ങുന്ന ഷോപ്പാണ് ഗ്ലൂ ത്രെഡൊക്കെ ഞാൻ ഡെയിലി വാങ്ങുന്നത് ഒരു ഷോപ്പിൽ നിന്നാണ്. അവിടുന്ന് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസിനുള്ള ഒരുപാട് ജ്വല്ലറി ഇതിനെല്ലാം ഞാൻ മേടിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം വില കുറവിൽ എല്ലാ സാധനങ്ങളും കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല, തുടക്കക്കാർക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വില കണക്കാക്കി വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മെറ്റീരിയൽസിൻ്റെ വില കണക്കാക്കി വെക്കാം. പിന്നെ അടുത്തത്, ഇത് പൂവെല്ലാം ആക്കി ഇതിലെ മെറ്റീരിയൽസ് എല്ലാം ആയി. ഇനി ഇത് ഹീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അയൺ ബോക്സ് വേണം. അയൺ ബോക്സിൻ്റെ റേറ്റ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇലക്ട്രിസിറ്റിയാണ്. അതായത് ഇലക്ട്രിസിറ്റിക്ക് ഒരു ചാർജ് നമ്മൾ വെക്കണം. അയൺ ബോക്സ് അറിയാലോ, അത്യാവശ്യം ഇലക്ട്രിസിറ്റി വേണ്ട സാധനമാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ കണക്കാക്കണം. ഇലക്ട്രിസിറ്റി പറയുമ്പോൾ സോളാറൊക്കെ ഉള്ളവർക്ക് കുറച്ച് ലാഭമായിരിക്കും കിട്ടുക. കാരണം എനിക്ക് സോളാറുണ്ട്. അപ്പോൾ എനിക്ക് ഇലക്ട്രിസിറ്റി അത്ര എന്നെ ബാധിക്കുന്ന കാര്യമില്ല. സോളാറിലാണ്, പകൽ മുഴുക്ക സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ മാക്സിമം നിങ്ങൾ ഹീറ്റിംഗ് പ്രോസസ്സ് പകൽ തന്നെ ചെയ്യാം, രാത്രി ചെയ്തിരിക്കുക. അതായത് വൈകിട്ട് 6 മണിക്ക് ശേഷം നിങ്ങൾ ഹീറ്റിംഗ് പ്രോസസ്സ് ചെയ്യേണ്ട. നമ്മുടെ കറണ്ട് ബില്ല് അത്രയും ഹൈ ആയി പോകും. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ ഹീറ്റിംഗ് പ്രോസസ്സ് ചെയ്യാം. അത് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഹീറ്റിംഗ് പ്രോസസ്സ് പകൽ ചെയ്യുക എന്നുള്ളത്. ഇനി ഇത്രയായി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വേണ്ടത് പാക്കിംഗ് ആണ്. ഒരുപാട് പേര് വിട്ടുപോകുന്ന ഒരു കാര്യമാണ് പാക്കിങ്ങിൻ്റെ ചാർജ് ഈടാക്കുക എന്നുള്ളത്. പാക്ക് ചെയ്യാനും നമുക്ക് മെറ്റീരിയൽസ് വേണ്ടേ? പാക്കിംഗ് കവർ വേണം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ആണെങ്കിൽ നമ്മൾ മറ്റേ ബബിൾ റാപ്പ് വേണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ ഞാനൊക്കെ ബബിൾ റാപ്പിൽ ചുറ്റിയിട്ടാണ് കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കുന്നത്. എന്നാൽ പോലും നമുക്ക് ടെൻഷനാണ്, അയ്യോ അത് അവിടെ എത്തി കഴിയുമ്പോൾ ഇത് കേടുവരുമോ? കാരണം നമുക്കറിയാം കൊറിയർ അയക്കുമ്പോൾ ഈ ഒരു ഐറ്റം മാത്രമല്ല ഉണ്ടാവുക, ഒരുപാട് വെയിറ്റുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ കടന്നിട്ട് ഇത് എങ്ങാനും ഡാമേജ് ആയി പോകും എന്നുള്ളത് ഒരുപാട് ടെൻഷനാണ് എനിക്ക്. ഞാനൊരു കസ്റ്റമർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ അത് മേടിച്ച് അവരത് ഓക്കെ ആണ് എന്ന് പറയുന്നവരെ ടെൻഷനാണ്. കാരണം അതവർക്ക് ശരിയായി കിട്ടിയില്ലേ, ഡാമേജ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരു നല്ലൊരു ഗുഡ് മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ടെൻഷനാകും. അതുവരെ നമ്മൾ ടെൻഷൻ അടിക്കണം. എനിക്കങ്ങനെ കിട്ടും, എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, എനിക്കങ്ങനെയാണ്. കസ്റ്റമർ അത് ഓക്കെയാണ്, അവർ ഹാപ്പിയായി എന്ന് പറയുന്നവരെ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ പാക്കിംഗ് മെറ്റീരിയൽസ് നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം. കാരണം ഇപ്പോൾ പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ മീഷോയിലൊക്കെ അത്യാവശ്യം വില കുറവിൽ കിട്ടുന്നുണ്ടോ. ഞാൻ പാക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം മീഷോന്നാണ് വാങ്ങാറ്. കിട്ടാൻ കുറച്ച് താമസം പിടിക്കും. അതായത് ഒരു 1 വീക്ക്, ചിലപ്പോൾ 1 വീക്കിലപ്പുറം പോകും ചില ഐറ്റംസ്. എന്നാലും കുറച്ച് ലാഭത്തിൽ കിട്ടുന്നത് മീഷോ ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അടുത്തതൊന്നാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ഈടാക്കണം. കാരണം ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് 2 വഴിയാണ്. ഒന്ന് പോസ്റ്റ് ഓഫീസ് വഴിയും ഒന്ന് DTDC വഴിയാണ്. അത് കസ്റ്റമർ DTDC വഴി മതി എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതുവഴി ചെയ്യാറുള്ളൂ. കാരണം പോസ്റ്റ് ഓഫീസിനേക്കാളും റേറ്റ് കൂടുതലാണ് DTDC വഴി നമ്മൾ അയക്കുമ്പോൾ. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിന് റേറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെയും കൂടി ഒന്ന് പോയപ്പോൾ റേറ്റ് അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കണക്കാക്കണം. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് നമ്മൾ പോസ്റ്റ് വഴി അയക്കുമ്പോൾ സ്പീഡ് പോസ്റ്റിൽ തന്നെ അയക്കാൻ നോക്കുക. അവർ ചോദിക്കും പാഴ്സൽ അയക്കണമെന്ന്. പാഴ്സൽ അയച്ചാൽ റേറ്റും കൂടുതലാണ്, കിട്ടാനും കുറച്ച് താമസമാണ് എന്നാണ് കേട്ടത്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പീഡ് പോസ്റ്റ് വഴി തന്നെ അയക്കുക. അവർ ചോദിക്കും എങ്ങനെയാണ് വേണ്ടത്, പാഴ്സലാണോ എന്ന് ചോദിക്കും. അപ്പോൾ സ്പീഡ് പോസ്റ്റ് മതി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ അടുത്തത് മെയിനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയലും നമ്മൾ ഇലക്ട്രിസിറ്റിയും പാക്കിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു, ഷിപ്പിങ്ങും എല്ലാം പറഞ്ഞു. ഇതിനൊക്കെ പുറമെ വേറൊരു മെയിനായിട്ടുള്ളൊരു കാര്യം കണക്കാക്കേണ്ടതുണ്ട്. അതെന്താണെന്നല്ലേ? നിങ്ങളുടെ എഫേർട്ട്. നിങ്ങളിതിന് എത്ര സമയം ചിലവഴിച്ചു എന്നുള്ളതിന്, അതായത് അതിനായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ഒരു എഫേർട്ടിനുള്ള ഒരു കാശ് നിങ്ങൾ ഈടാക്കണം. ഇതിനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അത് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഇത്രയും ആവുമ്പോൾ മാത്രമാണ് ഒരു പ്രൊഡക്റ്റിന് നമുക്ക് റേറ്റ് നിശ്ചയിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഈ മെയിനായിട്ട് പാക്കിങ്ങിൻ്റെ കാര്യം ഒരുപാട് പേര് മറന്നു പോകാറുണ്ട്. കാരണം അതിന് നമുക്ക് റേറ്റ് വരുന്നുണ്ട്. പാക്കിങ്ങിൻ്റെ മെറ്റീരിയൽസിന് റേറ്റ് ഇല്ലേ, അല്ലാതെ വിട്ടാലും നമുക്ക് നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അത് കൊറിയർ ചെയ്യാൻ പോകുമ്പോൾ ചിലർക്ക് നടന്നിട്ട് പോയാൽ മതിയാവും, കുറച്ച് നടന്നാൽ മതിയാവും. ചിലർക്ക് 2 വീലറിൽ അല്ലെങ്കിൽ വല്ല വണ്ടിയും നമ്മളെ വിളിച്ച് പോവുകയും അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനും കുറച്ച്
നമ്മൾ എമൗണ്ട് ചിലവാക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ കണക്കാക്കണം. പിന്നെ നമ്മൾ മാക്സിമം നമുക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരു 3 ഓർഡർ വന്നു, 3 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക. അവർ കസ്റ്റമറോട് നിങ്ങൾ കുറച്ചധികം ടൈം ചോദിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ ഈ 3 ഒരു ഡേറ്റിന് നിങ്ങൾ കൊറിയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരൊറ്റ പോക്കിന് 3 ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കൊറിയർ ചെയ്യാം. അതായത് ആ പോകുന്ന ഒരു ട്രാവലിങ്ങിൻ്റെ ഒരു എക്സ്പെൻസ് ലാഭിക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ എമൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ചോദിക്കുന്നുണ്ടെന്ന്. അവർക്കും പറ്റുന്നൊരു തെറ്റതാണ്. ഇപ്പം ഞാൻ സെയിൽ ചെയ്യുന്ന ആ ഒരു റേറ്റ് മറ്റുള്ളവർ ആ റേറ്റിന് കൊടുക്കണുണ്ടോ, ആ റേറ്റിൽ കുറച്ച് കൊടുക്കണുണ്ടോ ഒന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അത് ചിലപ്പോൾ അവർക്ക് നഷ്ടമുണ്ടായിരിക്കും. കാരണം എല്ലാവർക്കും ഒരേ എഫേർട്ടല്ല ഉണ്ടാവുക. പ്രോഡക്റ്റ്സ് വാങ്ങുന്നതിലും എല്ലാവർക്കും ഒരേ റേറ്റിലാണ് ഉണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റിന് റേറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റേത് മാത്രമല്ല, വേറെ ആരുടെ അടുത്തു നിന്നാണെങ്കിലും നമ്മൾ റേറ്റ്, അവരുടെ റേറ്റ് നോക്കി നമ്മളുടെ റേറ്റ് ഇടാൻ വന്നാൽ നമുക്ക് ചിലപ്പോൾ നഷ്ടം സംഭവിക്കും. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ സമയം പോകാനല്ലല്ലോ. നമുക്ക് കുറച്ച് ഏണിങ്സ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ലാഭം വേണം. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് മുടക്കിയ കാശിൽ നിന്ന് കുറച്ചധികം നമുക്ക് ഇങ്ങോട്ട് കിട്ടണം. അതാണ് ബിസിനസ്. 100 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ നമ്മൾ 200 രൂപയ്ക്ക് വിറ്റാലാണ് നമുക്കൊരു 100 രൂപ ലാഭിക്കാൻ പറ്റുള്ളൂ. അതാണ് ബിസിനസ്. അല്ലാതെ നമ്മൾ ഒരാളെ കണ്ടിട്ട് അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കിട്ടില്ല. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പോയതും വന്നതും ഒരേ റേറ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കിയത് കൂടുതലും കിട്ടിയത് കുറച്ചുമായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നഷ്ടമാണ്. നമ്മൾ നഷ്ടത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ബിസിനസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ എല്ലാവരും അതെ ബിസിനസ് ചെയ്യുന്നത്. ആരും ഒരു സമയം പോകാൻ വേണ്ടിയിട്ടോ അല്ലാതെ നഷ്ടം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നമുക്കായിട്ട് കുറച്ച് ഏണിങ്സ് വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി എന്നും നിങ്ങളുടെ എഫേർട്ടിനുള്ള റേറ്റുമാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ബോറടിച്ചോ എന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെയാണ് റേറ്റ് കണക്കാക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ട്സൊക്കെ വെച്ചിട്ട് നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിന് റേറ്റ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഈ കണക്കിന് നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റിനുള്ള റേറ്റ് നിശ്ചയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കും. തുടക്കക്കാർക്കൊക്കെ എങ്ങനെ പ്രൊഡക്റ്റിന് റേറ്റ് കൊടുക്കണമെന്ന് സംശയമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.